പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ അബ്രാഹം മാസ്ലോ പറയുന്നുണ്ട്, മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അവന് പൂർണ്ണമായിട്ടുള്ള മാനസിക സംതൃപ്തി ലഭിക്കുകയുള്ളൂ എന്ന്. മാത്രമല്ല, മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ അദ്ദേഹം പറയുന്നത് ആഹാരം, വസ്ത്രം, പാർപ്പിടം, ലൈംഗികത എന്നിവയാണ്. അതുപോലെ തന്നെ മനഃശാസ്ത്രത്തിന്റെ പിതാവെന്ന് പരക്കെ അറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡും പറയുന്നത് മനുഷ്യനൊരു ലൈംഗിക ജീവിയാണ്. ഈ ലൈംഗികപരമായ സന്തോഷവും ആനന്ദവുമാണ് അവൻ്റെ വ്യക്തിത്വ വികാസനത്തിൻ്റെ അടിസ്ഥാനമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിത്വ വികാസനത്തിൻ്റെ അടിസ്ഥാനം ലൈംഗികതയാണെങ്കിൽ ഈ ലൈംഗികതയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവൻ്റെ വ്യക്തിത്വത്തെയും ബാധിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. ഒരു മനുഷ്യൻ്റെ ലൈംഗികത ഇത്രയേറെ മനോഹരമായിരിക്കുമ്പോൾ പലപ്പോഴും ഈ ലൈംഗികത തന്നെ അവനും സമൂഹത്തിനും വിനയായി തീരാറുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, അത് എക്സിബിഷനിസം അഥവാ ലൈംഗിക അവയവ പ്രദർശന വൈകൃതം, ഒരു ലൈംഗിക വൈകൃതമാണ്. ICD ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡറിൽ ഇതിനെ പറയുന്നത് പാരാഫീലിക് ഡിസോർഡർ എന്നാണ്. പോപ്പുലറായിട്ട് ഇതിനെ പാരാഫീലിയ എന്ന് പറയും. അതായത് ലൈംഗിക വൈകൃതം എന്ന് മലയാളത്തിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഈ ലൈംഗിക വൈകൃതം അല്ലെങ്കിൽ പാരാഫീലിയ എന്നുകൊണ്ട് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസോർഡറിൽ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സാധാരണ നമുക്ക് ലൈംഗികമായിട്ടുള്ള ആനന്ദം രതിമൂർച്ച നമുക്ക് ലഭിക്കുന്നത് തൻ്റെ പങ്കാളിയോടൊപ്പമുള്ളതാണ്. അത് സമൂഹത്തിൽ അനുവദനീയമായിട്ടുള്ള രീതി, അതായത് ഒരു പുരുഷനും സ്ത്രീയും പുരുഷനും പുരുഷനും സ്ത്രീയും സ്ത്രീയും തമ്മിൽ ലൈംഗികപരമായിട്ട് അവർക്ക് സമ്മതപരമായ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഇണചേരുമ്പോൾ കിട്ടുന്ന ആനന്ദത്തെയാണ് ലൈംഗിക ആനന്ദം. അങ്ങനെ എത്തിച്ചേരുന്നതിൻ്റെ ഉന്നതിയെയാണ് ഓർഗാസം അല്ലെങ്കിൽ രതിമൂർച്ച എന്നൊക്കെ നമുക്ക് വിളിക്കുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ ലൈംഗിക അവയവ പ്രദർശനം എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രശ്നമായിട്ടാണ് എല്ലാവരും കാണുന്നത്. കാരണം എന്താണ്? ഇത് സമൂഹത്തിന് വലിയൊരു വിപത്താണ്, വ്യക്തികൾക്ക് വലിയൊരു വിപത്താണ്. ഇതിനെ ഇരയാക്കപ്പെടുന്നവർക്ക് ഇത് വലിയൊരു ട്രോമ അല്ലെങ്കിൽ ഒരു വേദന, അവരുടെ മാനസികപരമായിട്ടും ഇമോഷണലായിട്ടും വികാരപരമായിട്ടും ഒത്തിരിയേറെ തരമുള്ള പ്രതിസന്ധികൾ സമ്മാനിക്കുന്നത് കൊണ്ടും ഇത് സംസ്കാരത്തെ തകർക്കുന്നത് കൊണ്ടും ഇതിനൊരു സാമൂഹിക വിപത്തായിട്ട് തന്നെയാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റുകളും ഇതിനെ കാണുന്നത് ഇതിനൊരു മാനസിക വൈകൃതമായിട്ടാണ്. അത് ICDയിൽ പറയുന്ന പോലെ പാരാഫീലിയ ആയിട്ടാണ്. ഇത് ഇങ്ങനെയുള്ള ഈ പാരാഫീലിയാസ് പലതരത്തിലുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഈ ലൈംഗിക അവയവ പ്രദർശന വൈകൃതം തന്നെയാണ്. ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ഇത് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പൊതു ഇടങ്ങളിൽ പോയിട്ട് ഇങ്ങനെ ലൈംഗിക അവയവ പ്രദർശനം നടത്തുകയല്ല. കാരണം ഇങ്ങനെയുള്ളവർ ഇത് നടത്തുവാനുള്ള അടിസ്ഥാനമായ കാരണം അവർക്ക് സ്വന്തം ഇണയോട് കൂടി ചേർന്ന് അവർക്ക് അതിൻ്റെതായ ഇമാജിനേഷൻ, ഒരു ലൈംഗികം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു ഇമാജിനേഷൻ ഉണ്ട്, നമ്മുടെ ഒരു സങ്കല്പമുണ്ട്, അതിനെക്കുറിച്ച് ചിന്തയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഉദ്ധാരണത്തിലേക്കൊക്കെ എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഒരു ഉദ്ധാരണം നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷമാണ് ഇണ ചേരുന്നത്. പക്ഷെ ആ ഉദ്ധാരണം സാധാരണ ഒരു ഇണയുടെ സമ്മതമുള്ള ഒരു ഇണയുടെ കൂടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കൂടെയോ കിട്ടുകയില്ല. പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് സന്തോഷം കിട്ടുന്നത്, ഉദ്ദീപനം ലഭിക്കുന്നത് സമ്മതമില്ലാത്ത ഒരു വ്യക്തിയുടെ മുന്നിൽ സ്വന്തം അവയവം പുറത്തേക്കിട്ട് അത് കാണിച്ചുകൊണ്ട് സ്വയംഭോഗത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവർ പൊതു ഇടങ്ങളല്ല ഈ ലൈംഗിക അവയവ പ്രദർശനത്തിന് തിരഞ്ഞെടുക്കുന്നത്. മറിച്ച് ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, ടോയ്ലറ്റുകൾ, തിയേറ്ററുകൾ, അതല്ല എങ്കിൽ ബസ്സിൻ്റെ ഉള്ളിൽ, കാറിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ കാട് പിടിച്ച സ്ഥലങ്ങൾ, അവിടെ തൻ്റെ ഇര 1-2 പേരുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇമാതിരിയുള്ള കാര്യങ്ങൾ കാണുന്നത്. നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ അടുത്ത് ഒരു മലയാളി വ്ളോഗർ, ലോകത്തെമ്പാടും നടന്ന് യാത്ര ചെയ്യുന്ന മലയാളി വ്ളോഗർ തുർക്കിയിലെത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വ്യക്തി കാറിൻ്റെ ഉള്ളിൽ കയറി ഇത് നടത്തുന്ന ദൃശ്യങ്ങൾ, ലൈംഗിക അവയവം പുറത്തിട്ട് സ്വയംഭോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഈ അടുത്ത് തന്നെ സംഭവിച്ച വാർത്തകൾ നമ്മൾ കേട്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമെന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ട തരത്തിലുള്ള ഈ ഡിസോർഡർ, ഈ ലൈംഗിക അവയവ പ്രദർശന ഡിസോർഡർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ, അതായത് തനിക്ക് ലൈംഗികമായിട്ടുള്ള ഉദ്ധാരണമോ ലൈംഗികമായിട്ട് രതിമൂർച്ചയോ സന്തോഷമോ ഒരു പങ്കാളിയിൽ നിന്ന് ഇവർക്ക് കിട്ടാതെ വരുമ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു നിരാശ ഉണ്ടാകും, ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. ആ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ വളർന്ന് അവർക്ക് കീഴടക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ അത് പെട്ടെന്ന് ഒരു അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അത് പുറത്തേക്ക് ചാടുന്നതാണ്.
ആ സ്വഭാവം പുറത്തേക്ക് വരുന്നതാണ്. ഇങ്ങനെയുള്ളവർക്ക് പലപ്പോഴും സാമാന്യ ജനങ്ങളിൽ ഈ ഒരു അസുഖത്തെ പറയുന്നത് ഈവൻ ജനറൽ പോപ്പുലേഷനിൽ 4% ഈ പ്രവണത ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അവരിൽ ഭൂരിഭാഗവും ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്താലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചാലും അവർക്ക് അതിനെക്കുറിച്ചൊരു കുറ്റബോധം ഉണ്ടാവും, ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ പോലീസിനെ പേടിയാണ്, സമൂഹത്തെ പേടിയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ശതമാനം ഇത് അടക്കി പിടിച്ച് ഒതുക്കി പിടിച്ച് അവർ ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷേ വേറൊരു കൂട്ടരുണ്ട്. അതെന്ന് പറയുന്നത് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ചില വ്യക്തികളിൽ ഈ ഒരു ലൈംഗിക അവയവ പ്രദർശനം ഒരു അഗ്രസീവ് ട്രെയ്റ്റിനോട് കൂട്ടിച്ചേർത്തുണ്ട്. വളരെ ഒരു ആക്രമണ സ്വഭാവമുള്ള രീതിയിൽ ഉള്ള ഒരു ട്രെയ്റ്റിനോട്, ഒരു സ്വഭാവ പ്രത്യേകതയോട് ചേർത്തുകൊണ്ട് ഈ ഒരു ലൈംഗിക പ്രദർശന സ്വഭാവം കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് നിയമത്തെ പേടിയില്ല, സമൂഹത്തെ പേടിയില്ല, മതത്തെ പേടിയില്ല, ജയിലിൽ പോകുന്നവർ പേടിയില്ല. അവര് എന്തും ചെയ്യുവാനായിട്ട്, അവരുടെ സന്തോഷത്തിന് എന്തും ചെയ്യുവാനായിട്ട് തയ്യാറാകും. അവര് ആണ് ഈ പൊതു ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ഹോസ്റ്റലിന് മുന്നിൽ നിയമങ്ങളെ എതിർത്തുകൊണ്ട് എന്ത് വന്നാലും വരട്ടെ എന്ന രീതിയിൽ തൻ്റെ സന്തോഷം മാത്രം മതി എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഇത് അവരുടെ പ്രശ്നമല്ല, അവരുടെ ഒരു മാനസിക പ്രശ്നമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇതിന്റെ ചികിത്സയിലേക്ക് പോകുമ്പോൾ നമ്മൾ നമുക്കോ നമ്മളോട് പ്രിയപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നമ്മളോട് പങ്കുവെക്കുന്ന ആർക്കെങ്കിലും ഈ ഒരു സ്വഭാവ പ്രത്യേകത ഉണ്ട് എന്ന് അവരെ നമ്മളോട് പറയുകയോ നമ്മൾ മനസ്സിലാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവരെ ചികിത്സിക്കുവാനായിട്ട് ഏറ്റവും നല്ലത് സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളുമാണ്. സൈക്കാട്രിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ SSRI വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ, അതായത് ഡിപ്രഷന് കൊടുക്കുന്ന മരുന്നുകൾ ഇതിന് കൊടുക്കുവാറുണ്ട്. അതുപോലെ തന്നെ ഡൊപ്പാമിൻ, അതായത് നമ്മുടെ സൈക്കോട്ടിക് മാനസിക ഭ്രാന്തി കൊടുക്കുന്ന മരുന്നുകൾ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇത് കൺട്രോൾഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് വെറുതെ മരുന്ന് മാത്രം കഴിച്ചുകൊണ്ട് ഈ ഒരു അസുഖം പൂർണ്ണമായിട്ടും മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. മറിച്ച് അതിനോടൊപ്പം തന്നെ ഒരു സൈക്കോ തെറാപ്പി നമുക്ക് വേണ്ട ആവശ്യമുണ്ട്. ഏറ്റവും പോപ്പുലർ ആയിട്ട് ഇതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് CBT എന്ന് പറയുന്നത് നമ്മുടെ കൊഗ്നിറ്റീവ്, ചിന്ത, ബിഹേവിയറൽ, നമ്മുടെ സ്വഭാവ പ്രത്യേകതകൾ, ഇങ്ങനെ അതിനെ വെച്ചിട്ടുള്ള ഒരു തെറാപ്പി ഉണ്ട്. വളരെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട തെറാപ്പിയാണ്. അതിലൂടെ നമ്മുടെ സമ്മതത്തോടു കൂടി ഒരു വ്യക്തി ചെല്ലുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു സ്വഭാവ പ്രത്യേകതയെ മാറ്റിയെടുക്കുവാനും ഈ സാധാരണ ഒരു ലൈംഗിക സന്തോഷത്തിലേക്ക് ആ വ്യക്തി തിരികെ കൊണ്ടുവരുവാനുമായിട്ട് സാധിക്കുമെന്നുള്ളത് ശരിക്കും റിസർച്ചുകൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒത്തിരിയേറെ പേര് ഇങ്ങനെ സഹായം തേടുന്നവരുണ്ട്. പക്ഷേ ഈ അഗ്രസീവ് ട്രെയ്റ്റ് ഉള്ള ആളുകൾ, അവർക്ക് തൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് കുറ്റബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ ഈ ചികിത്സയ്ക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ പലരും നമുക്കുള്ള മാനസിക പ്രശ്നങ്ങൾ ഇത് പുറത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ പുറത്തു പറയാതെ ഇരുന്ന് നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ലൈംഗിക പ്രശ്നങ്ങൾ പുറത്തു പറയാതെ ഇരുന്ന് കഴിഞ്ഞാലും അത് വളർന്ന് അവസാനം നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയിട്ട് നമ്മൾ തന്നെ ഒരു ക്രിമിനലായിട്ട് മാറും. ഇങ്ങനെ അതുകൊണ്ട് ഈ ഒരു മാനസിക പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവർക്കും വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് നമ്മളാൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും സഹായം തേടണം. ഒരു സൈക്കോളജിസ്റ്റിന്റെയും സൈക്കാട്രിസ്റ്റിന്റെയും സഹായം നമ്മൾ തേടിയ തന്നെ മതിയാകും. ഇതിന് പല കാരണങ്ങളുണ്ട്. ജനറ്റിക്കൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്, ബയോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്, ബ്രെയിൻ സ്ട്രക്ചറുള്ള കാരണങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കാരണങ്ങളൊന്നും നമ്മുടെ കൺട്രോളിന്റെ ഉള്ളിലല്ലാത്തത് കൊണ്ടും അതിന് പ്രോപ്പർ ചികിത്സ തന്നെ വേണ്ടി വരുന്നതുകൊണ്ടും നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാരണത്തെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നത്. അത് ഗുഡ് പേരന്റിങ് ആണ്. അതായത് ചൈൽഡ്ഹുഡ് ട്രോമയാണ് പല മാനസിക രോഗങ്ങൾക്കും കാരണം. അതുപോലെ തന്നെ ഇതിനും കാരണം. സിഗ്മണ്ട് ഫ്രോയിഡ് മുതലുള്ള എല്ലാ സൈക്കോളജിസ്റ്റുകളും ഈ കുട്ടിക്കാലത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഭാവിയിൽ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളായിട്ട് പുറത്തു വരുമെന്ന് വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയും അവരത് പഠിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ പേരൻറ്റിങ്, ടീച്ചിങ്, സമൂഹത്തിന് കുട്ടികൾക്ക് വഴികാട്ടികളാകുന്ന എല്ലാവരും ഈ തരുണത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതെ നോക്കുക എന്ന് മാത്രമല്ല, പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇടമായിട്ട് നമ്മുടെ കുടുംബങ്ങളും വീടുകളും മാറണം. അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്ന മാതാപിതാക്കൾ ഉണ്ടാകണം. പിന്നെ മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകളും അവരുടെ വയലൻസും കുട്ടികളെ ഒത്തിരിയേറെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ ആ കുടുംബ പ്രശ്നങ്ങൾ തീർക്കുവാനായിട്ടും നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കാട്രിസ്റ്റിൻ്റെയോ ഒക്കെ സഹായം നമ്മൾ നേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ഒത്തുചേർന്ന് പോകാൻ പറ്റാത്തതാണെങ്കിൽ വിട്ടുപിരിയുന്നതാണ് നല്ലത്. കാരണം അതും കുട്ടികൾക്ക് നല്ലതാണ്. കാരണം ഒത്തുചേർന്ന് ഒത്തിരിയേറെ ട്രോമ കൊടുത്ത് കുട്ടികളെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് നയിക്കാതിരിക്കുവാനായിട്ട് സാധിക്കട്ടെ.
ഇനി ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.